ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുമുറ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മധുരമുള്ള സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയുടെ നല്ല സമയമുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ റെഡിയാക്കിയിട്ട് വയ്ക്കും. മഴയ്ക്ക് പെയ്യുമ്പോൾ മഴയ്ക്ക് കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ചെറുപയർ വെച്ചിട്ട് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. നിങ്ങൾ 2-3 പേരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. നല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ. അതിനകത്ത് നമ്മൾ ചെറുപയറൊക്കെ മുളപ്പിച്ചിട്ട് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം. നാട്ടിൽ ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ. ഇനി വെള്ളപ്പൊക്കം വരുന്നതെന്ന് അറിയില്ല. കൊറോണയുടെ ഒപ്പം തന്നെ വെള്ളപ്പൊക്കം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കില്ല. ഒന്നും വരില്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ സ്നാക്ക് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അടുത്ത് ചേർക്കുന്നത് ഒരു മുട്ട. അപ്പോൾ ഞാനിവിടെ 250 ml മെഷീൻ കപ്പിലാണ് അളവ് എടുക്കുന്നത്. മെഷീൻ കപ്പ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ കപ്പിലോ ഏതിലാണ് അളവ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പിൽ ബാക്കി എല്ലാത്തിൻ്റെയും അളവ് എടുക്കുക. കപ്പ് പൊടിച്ച പഞ്ചസാര കേട്ടോ ചേർക്കുന്നത്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുന്ന തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പയിൽ കുറച്ച് നേരം തൈരൊന്ന് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ പോകില്ല. കാരണം നല്ല കട്ട തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിങ് നമ്മൾ കുഴച്ചിട്ടെടുക്കില്ലേ, കുഴച്ചിട്ടെടുത്ത് വരുമ്പോൾ നമുക്ക് ഇത് കുഴച്ചിട്ടെടുക്കുമ്പോൾ ഒരു ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈരിൽ അങ്ങനെ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പോൾ ശരിയാവില്ല. അപ്പോൾ വെള്ളമുള്ള തൈരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പയിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളം കളഞ്ഞിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ നിറച്ചെടുക്കുന്നുണ്ട്. ഇതാ വടിച്ച അളവല്ല കേട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ കുഴച്ചിട്ടെടുക്കില്ലേ അതേപോലെ കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം കുഴച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റ് ആയിട്ടല്ലേ ഇരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാരയും ചേർത്തേക്കണതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അത് ലൂസായി വന്നോളൂ. അപ്പോൾ തുടക്കത്തിലെ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കാമല്ലോ എന്ന് അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ആ പഞ്ചസാര നന്നായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് വരുമ്പോൾ നമ്മുടെ മാവ് ശരിക്കും നമ്മൾ ആ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. ഈ എങ്ങാനും നിങ്ങൾ കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. ഈ എങ്ങാനും ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൈരിൽ വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ആ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ടൈറ്റ് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ലൂസായിട്ട് ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ചേർത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുക. കാരണം ഇത് നമുക്ക് നല്ല കനം കുറച്ചിട്ട് പരത്തണം. അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇത് ഞാനിവിടെ ഈ പാത്രത്തിൽ ഇട്ടിട്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാം. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടി സ്ഥലമൊക്കെ ഉണ്ടല്ലോ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വലിയ ബോളാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 പാട്ടാക്കിയിട്ട് എടുക്കാം. നമുക്ക് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് എടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തിയിട്ട് എടുക്കില്ല അതേപോലെ. ഇപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഒന്ന് വെതറി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും.
ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടല്ലോ, അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൊടി ഇടാണ്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഗോതമ്പ് പൊടിയാണ് അല്ലെങ്കിൽ മൈദപ്പൊടിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടെടുക്കാം. എന്തോരം കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റും അത്രയും കനം കുറച്ചിട്ട് പരത്താം. ഇതാ അപ്പോൾ നമ്മൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ അതാ ഒരു ചെറിയൊരു ഡബ്ബയുടെ മൂടി എടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിലുള്ളത് മതിയിട്ട്, ഒരുപാട് വലുതാക്കിയിട്ട് എടുക്കണ്ട. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി എടുത്തില്ലേ, അത് നമ്മൾ കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിങ്ങനെ രണ്ടാമത് കുഴച്ചെടുക്കാനാണെങ്കിലും ഇത് നല്ല എളുപ്പമാണ്, കാരണം ഇത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമുക്ക് വേറൊരു ബൗളിലേക്ക് പകർത്താം. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ഇതേപോലെ റെഡിയാക്കിയിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. നമ്മൾ പൊടി വെതറിയിട്ടല്ലേ നമ്മൾ പരത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ അത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എല്ലാവരും ഒരുമിച്ചിട്ടാലും പിന്നെ ഇത് ഒരുമിച്ച് അതിനെ കൂടി ഇങ്ങനെ ഒട്ടി പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല കേട്ടോ. നമ്മൾ പൊടി വെതറണം കേട്ടോ. അപ്പോൾ പരത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം, പക്ഷേ ഞാൻ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് കാണിക്കാം. ജസ്റ്റ് ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ കൂട്ടാം. ഇവിടെ ഈ നടുക്ക് മാത്രം കേട്ടോ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡുണ്ടല്ലോ, ഈ രണ്ട് സൈഡും ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഇതങ്ങനെ മുട്ടിക്കുക, ഇങ്ങനെ കൂട്ടുക. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് കിട്ടും. ഇതാ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് റെഡി ആക്കിയിട്ട് എടുക്കുക. പക്ഷേ ഈ ഷേപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഈസിയാണ് താനും, കാണാനാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡി ആക്കിയിട്ട് എടുക്കുക. ഏത് ഷേപ്പ് ആയിരുന്നാലും കുഴപ്പമില്ല. പ്രസ് ചെയ്തിട്ട് ഇവിടെ മാത്രമേ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടാം, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതവിടെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷേപ്പായിട്ട് കിട്ടും. നമ്മൾ നല്ല ഭംഗിയുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിലിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ
ഇതെല്ലാവരും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല കിളിക്കട്ട പോലെ കിളിങ്ങനുണ്ട്. വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. തീ കുറേ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടില്ല. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇതിപ്പോൾ എത്ര നാൾ പുറത്ത് വെച്ചാലും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും ഇത് കേടുവരണ്ടിരിക്കും. ഇത് പിന്നെ അധികം ദിവസമൊന്നും ഇരിക്കുന്നില്ല, കുട്ടികളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുകൊണ്ട് മൊരിഞ്ഞ് ഭയങ്കര ഒരു ഡാർക്ക് കളറിലേക്ക് പോരുത് കേട്ടോ. അത് ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്നും മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കളർ മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാതെ. ഞാൻ കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടെക്സ്ചറാട്ടോ. ഒരു എന്താ പറയുക, ബിസ്ക്കറ്റൊക്കെ കടിക്കുമ്പോൾ സാധാരണ നമ്മൾ വറുത്ത സാധനങ്ങൾ കഴിക്കുന്ന പോലെയല്ലോ, അതിൻ്റെ ഒരു ടെക്സ്ചറിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ പിന്നെ പരത്തിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര കനത്തിൽ എടുക്കരുത്. അത്യാവശ്യം നല്ല കനം കുറച്ചിട്ട് വേണം പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.